നമസ്കാരം. ജനഹിതം 2026 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൂന്നാം ഊഴം കാത്തിരുന്ന പിണറായി സർക്കാരിനെ നിലം പരിശാക്കി ഉജ്ജ്വല വിജയത്തോടെ UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. എന്താണ് കഴിഞ്ഞ സർക്കാരിന് സംഭവിച്ചത്? ഒപ്പം പുതിയ സർക്കാരിനെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ. ഇതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് മുൻ MP-യും പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെയായ, അതിലുപരി കേരളത്തിലെയും രാജ്യത്തെയും രാഷ്ട്രീയ സ്പന്ദനങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന രാഷ്ട്രീയ വിശകലന വിദഗ്ധനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളാണ്. സ്വാഗതം ചെയ്യാം സാർ. നമസ്കാരം. ഇപ്പോൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രതീക്ഷിച്ച് മൂന്നാം ഊഴത്തിലേക്ക് കാത്തിരിക്കുകയായിരുന്നു സർക്കാരിലെ ജനങ്ങളെല്ലാം, ഒപ്പം എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഒരു അപ്രതീക്ഷിത വിജയമാണ്, ഉജ്ജ്വല വിജയമാണ് UDF നേടിയത്. എന്താണ് കഴിഞ്ഞ സർക്കാരിന് സംഭവിച്ചത്? എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? കഴിഞ്ഞ സർക്കാരിന് ഒരു പരാജയം ഉണ്ടാകത്തക്ക രീതിയിലുള്ള വീഴ്ച സംഭവിച്ചതായി ഞാൻ കരുതുന്നില്ല. സാമാന്യം ഭേദപ്പെട്ട ഭരണനിർവഹണം നടന്ന കാലമായിരുന്നു കഴിഞ്ഞ 5 വർഷം, അല്ലെങ്കിൽ പിണറായിയുടെ രണ്ടാം ഊഴം. ഒട്ടേറെ കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എല്ലാം അന്ന് നടക്കുകയുണ്ടായി. പക്ഷേ ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ട്, ഈ വാഗ്ദാനങ്ങളും ആനുകൂല്യങ്ങളും ഒരിക്കലും വോട്ടായി മാറില്ല. അതെല്ലാം തങ്ങളുടെ അവകാശമാണ് എന്ന് ജനങ്ങൾ കരുതുകയുള്ളൂ. അങ്ങനെയാണ് കരുതേണ്ടതും. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ കെ ബാലനോ അല്ലെങ്കിൽ MM മണിയോ ഒക്കെ പറയുന്നത് പോലെ ജനങ്ങൾ കടപ്പാടുള്ളവരായിരിക്കണമെന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. ജനങ്ങൾ ജനങ്ങളോട് തന്നെയാണ് കടപ്പാടുള്ളവർ. അപ്പോൾ അതുകൊണ്ട് ഒന്നിനുമുള്ള പ്രത്യുപകാരം എന്ന നിലയ്ക്ക് അവരവരുടെ വോട്ട് ചെയ്യില്ല. MM സാർ സൂചിപ്പിച്ചിരുന്നു, എല്ലാം വാങ്ങിക്കൂട്ടി അവസാനം വോട്ട് മാറിക്കുത്തി. അങ്ങനെ പരാതി പറയാനായിട്ടൊരു അവകാശം ആർക്കുമില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ നടത്തുന്നവരുടെ മനസ്സിലുള്ളത് ജനങ്ങൾ അടിമകളും ഞങ്ങൾ ഉടമകളും, ഞങ്ങൾ തരുന്നതെല്ലാം നിങ്ങൾ വാങ്ങിക്കൊള്ളണം. അതല്ലല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് അവർ നേടിയെടുക്കും. അതുകൊണ്ട് ഇവിടെ നല്ല ഭരണം കാഴ്ചവെച്ചു എന്ന് പറയുമ്പോഴും സാധാരണഗതിയിൽ ആ നന്മയുടെ പേരിൽ വോട്ടുണ്ടാവില്ല. ഈ ദുർഭരണം എന്നൊക്കെ ഒരു മുദ്രാവാക്യം എന്ന നിലയിൽ പറയുമെങ്കിലും അങ്ങനെയൊരു ദുർഭരണം ആർക്കും നടത്താൻ കഴിയില്ല. UDF ആയാലും LDF ആയാലും 5 കൊല്ലം ദുർഭരണം നടത്താൻ വേണ്ടി ഞങ്ങൾ അധികാരത്തിൽ കയറി എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ലോകത്തെല്ലായിടത്തും തന്നെ പൊതുവെ കാണുന്ന ഒരു സംഗതി, ഈ നല്ലത് ചെയ്തു എന്നതിൻ്റെ പേരിൽ, നല്ലത് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആനുകൂല്യങ്ങൾ നൽകി എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ഒരു വോട്ടും എവിടെയും രേഖപ്പെടുത്തപ്പെടില്ല. ഇപ്പം നമുക്ക് വലിയ പല കാര്യങ്ങളും കണ്ട് അതിനൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. അതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. ഈ ഭരണം പാർട്ടി മാറുമ്പോഴും അതൊക്കെ നിറവേറ്റപ്പെടാനുള്ളതാണ്. പക്ഷേ ഇവിടെ കേരളത്തിൽ വന്ന ഒരു പ്രശ്നം, നിങ്ങൾക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതാണ്. മുൻകൂട്ടി തന്നെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു, ഭൂരിപക്ഷം കിട്ടിയാൽ പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അപ്പോൾ പിണറായി വിജയൻ 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായി അങ്ങനെ വന്നതാണ്. ചരിത്രത്തിലുണ്ടാകാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സമർത്ഥമായ നേതൃത്വം നൽകിയ ആളാണ് പിണറായി വിജയൻ. അന്ന് അദ്ദേഹമാണ് ഒരു നിരാശയുടെ ഘട്ടത്തിൽ ജനങ്ങൾക്കൊരു പ്രതീക്ഷയായി നിന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു ഹൃദയഹാരിയായ ഒരു പ്രസ്താവന കണ്ടത്, നിങ്ങൾ ഈ പക്ഷികൾക്കും ഉറുമ്പുകൾക്ക് പോലും വെള്ളവും ഭക്ഷണവും വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞല്ലേ. അത് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ടാവണം. ഇയാളൊരു മനുഷ്യനാണ്, ഒരു നല്ല മനുഷ്യനാണ് എന്ന തോന്നലുണ്ടായിട്ടുണ്ടാവണം.
ആ തോന്നലാണ് രണ്ടാം പിണറായി സർക്കാരിന് കാരണമായത്. നല്ല രീതിയിൽ വന്നില്ലേ? അതെ. ഇപ്പോൾ UDF ആഘോഷിക്കുകയാണല്ലോ 102 എന്നുള്ളത്. അന്ന് പിണറായി വിജയൻ ആഘോഷിച്ചതല്ലേ 99. അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ വിലയിരുത്തലിലും പിണറായി വിജയൻ ഒരു നല്ല മനുഷ്യനല്ല എന്ന ഫീലിംഗ് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇയാൾ നമ്മുടെ നേതാവല്ല, ഇയാളെ നമുക്ക് സമീപിക്കാൻ കഴിയില്ല, ഇയാളോട് ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അകൽച്ചയാണ്. ഒരു ഭരണാധികാരിയും ജനങ്ങളുമായി അകൽച്ച ഉണ്ടായാൽ ആ അകൽച്ചയുടെ തോത് വർദ്ധിക്കുന്തോറും ഈ വോട്ടിൻ്റെ അളവിലും വ്യത്യാസമുണ്ടാവും. അതാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖമാണ് എല്ലാവരും മനസ്സിൽ കണ്ടത്. ഈ അങ്ങോട്ട് മാറി നിൽക്ക്, അല്ലെങ്കിൽ കടക്കു പുറത്ത്, വീട്ടിൽ പോയി ചോദിക്ക്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുടെ ഭാഗമായി കരുതുന്നവരുണ്ട്. അങ്ങനെയാണോ? അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ അണികൾക്ക് അതൃപ്തിയുള്ളതുപോലെ തന്നെ ഭരണ തലത്തിലുള്ളവർക്കും കൂടെ നിൽക്കുന്നവർക്കും മന്ത്രിമാർക്കും അതൃപ്തി ഉണ്ടായിരുന്നു, പക്ഷേ അവരത് പരോക്ഷമായി പ്രകടിപ്പിച്ചില്ല എന്ന് വേണ്ടേ കരുതാൻ? അത് എല്ലാവരും ചേർന്ന് പിണറായിയെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. പിണറായിയുടെ ഈ സ്വഭാവത്തെ എല്ലാവരും അംഗീകരിച്ചു. അതൊരു അധികാരത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. പക്ഷേ ഇത് പിണറായിയുടെ ശൈലിയാണെങ്കിൽ നമുക്ക് വിരോധമില്ല. ആ ശൈലിയൊന്നും അദ്ദേഹം മാറ്റണമെന്നില്ല, അദ്ദേഹം അങ്ങനെ തന്നെ തുടരട്ടെ. പക്ഷെ നമുക്കെന്ത് ബാധ്യത ഇതൊക്കെ സഹിക്കുന്നതിന്? നമ്മൾ ജനങ്ങൾക്ക്. അതാണ് പ്രശ്നം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, അതൊരു സഖാവിനോടാണ്, പുറത്തുള്ള ആളോടല്ല, ഒരു സഖാവിനോടാണ്. അത് പിണറായി വിജയനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യവുമായി എഴുന്നേറ്റ ആളാണ്. ആണല്ലേ പറഞ്ഞത് വീട്ടിൽ പോയി ചോദിക്കുന്നത്. നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ കുട്ടികൾ വഴക്കിടുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കുന്നു പറഞ്ഞാൽ അത് വളരെ ഒരു ഒഫൻസീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. അല്ലെങ്കിൽ പള്ളിയിൽ പോയി പറയുന്നത് അതൊക്കെ ആ നിലവാരം കുറഞ്ഞ പ്രസ്താവനയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ആ നിലവാരമില്ലാത്ത ആളായി മാറിയത് കാണാൻ നമുക്ക് വിഷമമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒരു ഡാഷ് മോൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പറയാൻ കൊള്ളാത്തതായതുകൊണ്ടാണല്ലോ ഡാഷ് മോൻ എന്ന് പറഞ്ഞത്. പക്ഷെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതാണ് ഒരു മുഖ്യമന്ത്രി, അത് മറ്റൊരു മുഖ്യമന്ത്രിക്കെതിരെ പ്രയോഗിക്കേണ്ട വാക്ക്. അപ്പം ഈ നികൃഷ്ടജീവി തുടങ്ങി ഇങ്ങോട്ട് ഈ സോവിയറ്റ് യൂണിയനിൽ പോലും ഒരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്നൊന്നും ആരും വിളിക്കുമെന്ന് കരുതുന്നില്ല. അവർ ചിലപ്പോൾ വർഗശത്രു എന്നൊക്കെ പറയുമായിരിക്കും, അതിനപ്പുറത്തേക്കൊന്നും പറയില്ല. ഒരു മനുഷ്യനെ എപ്രകാരമാണ് നികൃഷ്ടജീവി എന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പറയാൻ കഴിയുക? മനുഷ്യനെ സ്നേഹിക്കുക എന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. അപ്പോഴാണ് ഒരു ബിഷപ്പ് മനുഷ്യനാണല്ലോ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് നീ ഒരു നികൃഷ്ടജീവിയാണ്. അപ്പോൾ അങ്ങനെ എത്രയോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും പറയാനും ഉണ്ട്. നാറി എന്ന് പറഞ്ഞാൽ ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പരനാറി എന്നാണ് അല്ലേ, അതൊക്കെയാണ് ഉണ്ട്. അപ്പം ഞാൻ പിണറായി വിജയനോട് വിരോധമുള്ള ആളൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ അത്യാവശ്യത്തിനുള്ള അടുപ്പവും താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികൾ അത് ഓരോ ദിവസം ചെല്ലുന്തോറും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലെത്തി. അപ്പോൾ വോട്ട് എന്ന് പറയുന്നത്, ആ വോട്ട് ചെയ്യുന്നതിന് ഓരോരുത്തർക്കും ഓരോ കാരണം ഉണ്ടാവും. അല്ലാതെ ഏതെങ്കിലും ഒറ്റ കാരണത്തിൻ്റെ പേരിലല്ലല്ലോ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വോട്ട് ചെയ്യുന്നത്. ആ ഒരു കാരണം നമുക്ക് കണ്ടെത്താനും കഴിയില്ല, എന്തായിരിക്കും അവരുടെ മനസ്സിൽ ഉള്ളത് എന്നത്. പക്ഷെ അതിന് എല്ലാം കൂടി അതിൻ്റെ ഒരു ആകത്തുകയാണ് ഒരു ആകസ്മികത പോലെ ഭൂരിപക്ഷമായി മാറുന്നത്. കേരളത്തിലും അത് സംഭവിച്ചു. അത് സംഭവിച്ചതിൻ്റെ പ്രധാന കാരണക്കാരൻ പിണറായി തന്നെയാണ്. പിണറായി വിജയൻ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്ന സാധ്യത വളരെ ആശങ്കയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ ഒരു വശത്ത് നിൽക്കുകയാണ്. അതിപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും ഈ വാഗ്ദാനങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. ഭരണത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതൊന്നുമല്ല. ഭരണത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്
ഒരു സംസ്കാര സമ്പന്നമായ ഒരു പ്രദേശമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മൾ ഈ ദൈവത്തിൻ്റെ നാട് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ദൈവികമായ ഒരു അന്തരീക്ഷം കൂടി ഉണ്ടാക്കണമല്ലോ. അതിലൊക്കെ വലിയ പരാജയമായിരുന്നു. അതെല്ലാം ജനങ്ങൾ ഇതേ ഭാഷയിലല്ലെങ്കിലും അവരുടേതായ രീതിയിൽ മനസ്സിൽ കരുതിയിട്ടുണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് ചെയ്തത്. ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു, പാർട്ടി തെറ്റുതിരുത്തി മുന്നോട്ട് വരും. അങ്ങനെ ഒരു തെറ്റുതിരുത്തി ഒരു 5 വർഷം കഴിയുമ്പോൾ മികച്ച ഭരണത്തോടു കൂടി തിരിച്ചെത്താൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ടോ? അതിൽ പാർട്ടി ഉയർത്തിക്കാണിക്കാനുള്ള മുഖങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്നതായിരിക്കും എന്ന് ചിലപ്പോൾ 5 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥങ്ങൾ എങ്ങനെ നമുക്കറിയില്ല. അപ്പോൾ അതിനുള്ളൊരു ആൾബലം ഉണ്ടോ? എങ്ങനെയാണ് അത് തീരുമാനിക്കേണ്ടത്? എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്? അല്ല, 15 വർഷം മുമ്പ് പശ്ചിമ ബംഗാളിൽ CPM സംഭവിച്ച അവസ്ഥ കേരളത്തിൽ ഇനിയും ഉണ്ടായിട്ടില്ല. ഇവിടെ 100-40 എന്നുള്ളത് ഒരു സാധാരണ അനുപാതമാണ്. ഞാൻ പറഞ്ഞല്ലോ, 5 കൊല്ലം മുമ്പ് ആ 100 LDFന് അവകാശപ്പെട്ടതായിരുന്നു. ഇപ്പോൾ അത് UDFന് അവകാശപ്പെട്ടതായി. അടുത്ത 5-ാം വർഷം അത് വീണ്ടും തിരിച്ചു വന്നുകൂടാ എന്നില്ല. കാരണം പാർട്ടിക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, പാർട്ടിയുടെ അടിത്തറയ്ക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ പരാജയത്തിന് കാരണമായ വോട്ടിൽ വലിയൊരു പങ്ക് അത് LDF വോട്ട് കൂടിയാണ്, CPMകാരുടെ വോട്ടാണ്. അവർക്ക് പരസ്യമായി ഇതൊന്നും പറയാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് അവരുടെ വികാരം ആ പോളിംഗ് ബൂത്തിൽ പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ എത്ര നല്ല ഭരണം കാഴ്ചവെച്ചു എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ തന്നെ കോൺഗ്രസ് വിടുന്ന പാട് നമുക്കറിയാം. 3 പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത 5 കൊല്ലം കഴിഞ്ഞത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ എന്തായിരിക്കും അവസ്ഥ ആണ്. അപ്പോൾ അന്നത്തേക്ക് LDFൽ മാറ്റങ്ങൾ ഉണ്ടാകണമല്ലോ. ആ മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അന്ന് ഉയർത്തുന്ന ഹോർഡിങ്ങുകളിൽ പിണറായി വിജയൻ്റെ ചിത്രം ആയിരിക്കാനും പാടില്ല. പുതിയ നേതാക്കന്മാർ വരണം, പുതിയ നേതൃത്വം വരണം. അതിപ്പോൾ ആരോഗ്യം ചോദിച്ചാൽ എല്ലാവരും ഈ കുരുക്ഷേത്ര ഭൂമിയിൽ പരിക്കേറ്റ് കിടക്കുന്നവരാണ്. അവർക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് സ്വയം ഒന്ന് നവീകരിക്കപ്പെട്ട് വരണം. അതുകൊണ്ട് ഏതൊരു വ്യക്തിയാണെങ്കിലും പ്രസ്ഥാനമാണെങ്കിലും ഒരു ഇൻവെൻഷൻ ആവശ്യമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അപ്രകാരം സ്വയം കണ്ടെത്തുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള അവസരമാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. അവിടെ പിണറായി തുടങ്ങിയ പേരൊക്കെ അപ്രസക്തമാണ്. ആരും അനിവാര്യത ഒന്നുമില്ല. അപ്പം അവിടെ വരുമ്പോൾ പുതിയ ആളുകൾ വരും. എനിക്ക് ശേഷം മരുമകന് ശേഷം ആ മനോഭാവമൊക്കെ മാറണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബലം എന്ന് പറയുന്നത് ജനങ്ങളാണെങ്കിൽ ജനങ്ങളിൽ നിന്ന് നേതാക്കന്മാർ ഉണ്ടാവും. നേതാവില്ലാത്തതിൻ്റെ പേരിൽ ഒരു പ്രസ്ഥാനവും ഇല്ലാതായി പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് 2031 ആവുമ്പോൾ ഒരു റീജുവനേറ്റ് ചെയ്യപ്പെട്ട CPM, ആ CPM നേതൃത്വം നൽകുന്ന ജനാധിപത്യ മുന്നണി, ഇപ്പോൾ ഈ LDFൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ. കേരള കോൺഗ്രസ് മാണി ഏത് വഴിക്ക് പോകുമെന്ന് പറയാൻ കഴിയില്ല. പല ഘടകകക്ഷികൾക്കും സീറ്റേ ഇല്ല. അപ്പോൾ ഇതേ രീതിയിൽ LDFന് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അവിടെയെല്ലാം മാറ്റങ്ങൾ വരും. 12 സീറ്റുള്ള മാണി കോൺഗ്രസ് അപ്പാടെ ചിത്രത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോയിരിക്കുന്നു. പിന്നെ വിമതരായി മത്സരിച്ചവർ ഏകദേശം ജയിച്ചു. ഗോവിന്ദൻ സർ, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ, G. സുധാകരൻ വൻ ഭൂരിപക്ഷത്തിൽ. ഇതൊക്കെ പാർട്ടി പരിശോധിക്കേണ്ടതല്ലേ? എത്തരത്തിലാണത് മാറ്റപ്പെടേണ്ടത്? അല്ല, ഈ പറഞ്ഞ വിജയങ്ങളുടെയൊക്കെ പിന്നിൽ പ്രധാനമായും CPM വോട്ട് തന്നെയാണുള്ളത്. അവർ പുറത്തു പറയില്ല എന്നേ ഉള്ളൂ. ഈ സർവേകൾ എന്തുകൊണ്ടാണ് പൂർണ്ണമായും അത് ശരിയാവാത്തത്? എക്സിറ്റ് പോൾ സർവേ എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്നവരോട് ചോദിച്ച് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു. UDFന് വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഒരു CPMകാരൻ പറയുമോ ഞാൻ UDFന് വോട്ട് ചെയ്തെന്ന്? ഇല്ല, അവർ പറയില്ല. അപ്പോൾ അവർ മറച്ചു വെച്ചുകൊണ്ട് LDFന് പറയും.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവേ വരുന്നത്. അതുകൊണ്ടാണ് സർവേ ഫലങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലൊക്കെ വരുന്നത്. അപ്പോൾ അത് ആ പ്രതിഷേധ വോട്ട് ഒരു CPM-കാരൻ ചെയ്യുന്നത് തൻ്റെ പാർട്ടിയെ രക്ഷിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടെയാണ്. ആ നല്ല ഉദ്ദേശം ഫലപ്രദമാകണമെങ്കിൽ അടുത്ത 5 കൊല്ലം എത്തുമ്പോൾ, 5 കൊല്ലം കൊണ്ട് അതിനു മുമ്പ് ലോക്സഭ ഇലക്ഷൻ വരും. അപ്പോൾ തന്നെ അത് ഒരു പരീക്ഷണം ഒരു ഘട്ടം പൂർത്തിയാക്കും. അപ്പോൾ അതിനെല്ലാം സമയമുണ്ട്. ബംഗാളിലെ പോലെ നാമാവശേഷമായി പോകുന്ന അവസ്ഥയിലല്ല കേരളത്തിലെ CPM. ഇവിടെ ഇങ്ങനൊരു പാർട്ടി ആവശ്യമുണ്ട്. ഒരു ഇടതുപക്ഷ ചിന്താഗതിയെ ആരും തള്ളി പറയുന്നില്ല. നമ്മുടെ VD സതീശൻ പോലും പറയുന്നത് ഞാനും ഇടതുപക്ഷമാണെന്നാണ്. അപ്പോൾ അത് അല്ല, ആ ഐഡിയോളജി, പ്രത്യയശാസ്ത്രം മനുഷ്യനെ സ്നേഹിക്കുന്നതിനുള്ള പ്രത്യയശാസ്ത്രമാണ്. അത് പിണറായി വിജയന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ആരും ആരുടെയും സഹോദരനല്ല, സുഹൃത്തുമല്ല, സഖാവുമല്ല. പണ്ടൊക്കെ സഖാവേ എന്ന് വിളിച്ചാൽ ആ വിളിയിൽ എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു അപചയം സംഭവിച്ചത്? അതാണ് പ്രശ്നം. അതല്ലാതെ പിണറായി വിജയനെ ഈ രീതിയിൽ ഹ്യൂമിലിയേറ്റ് ചെയ്ത് തോൽപ്പിക്കത്തക്ക ഒരു സാഹചര്യവും കേരളത്തിലുണ്ടായിരുന്നില്ല. പിണറായിയുടെ സ്വന്തം മണ്ഡലത്തിലെ ധർമ്മടം അവിടെ 6ാം ഘട്ടത്തിൽ തോറ്റു എന്ന് വരെ നെഞ്ചിടിപ്പുണ്ടാക്കി. എന്തുകൊണ്ടാണ് ജനം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പിണറായിയെ എത്തിച്ചത്? അതിന് മാത്രം പാതകം എന്താണ് പിണറായി ചെയ്തത്? ആനുകൂല്യങ്ങൾ നൽകിയില്ലേ? ക്ഷേമ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചില്ലേ? എല്ലാ രീതിയിലും വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയില്ലേ? നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, പാലങ്ങൾ, റോഡ്, ഇതിലേതെങ്കിലും ഒരു കാരണം പോരെ ഒന്നുകൂടി അധികാരത്തിൽ വരുന്നതിന്? അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംസ്കൃതി, ജനാധിപത്യപരമായ സംസ്കാരം, അത് വികസിപ്പിക്കുന്നതിൽ, ശക്തിപ്പെടുത്തുന്നതിൽ പിണറായിയുടെ പങ്ക് എന്തായിരുന്നു? കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ആ അവസ്ഥ മറ്റ് സ്ഥിതിവിവര കണക്കുകളൊന്നും എനിക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഒരു സംസ്കാര സമ്പന്നനായ വ്യക്തിയായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന, വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളല്ലല്ലോ പിണറായി. അദ്ദേഹത്തിന് അറിയാം വാക്കുകളൊക്കെ. ഒന്നുമില്ലെങ്കിലും അദ്ദേഹം ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ സ്ഥലത്ത് നിന്ന് വരുന്ന ആളല്ലേ, തലശ്ശേരി. അതിന് നല്ല പദാവലിയുണ്ട്, വാക്കുകളൊക്കെ അറിയാം. ഓരോ വാക്കും അദ്ദേഹം ഉപയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം അറിഞ്ഞു തന്നെയാണ്. കേൾക്കുന്ന ജനങ്ങൾക്കും ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാം. അവരത് നിരാകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഒരു ശിക്ഷയാണ്, ഇതൊരു മുന്നറിയിപ്പും കൂടിയാണ്. അനിഹിലേറ്റ് ചെയ്യുക, നിഗ്രഹിക്കുക എന്ന ഉദ്ദേശം ജനങ്ങൾക്കില്ല. ഇപ്പോൾ സാമുദായികമായി വെള്ളാപ്പള്ളി നടേശൻ പിണറായിയെ വല്ലാണ്ട് പുകഴ്ത്തുന്നുണ്ടെങ്കിലും സാമുദായികമായി ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടോ? ഇഴവ വിഭാഗത്തു നിന്നും, ഒപ്പം എങ്ങനെയാണ് നായർ വിഭാഗത്തു നിന്നും മറ്റ് വിഭാഗങ്ങളിൽ നിന്നും സാമുദായിക ധ്രുവീകരണം ഇത്തവണ ഉണ്ടായോ? അങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ല, കാരണം അതിനുള്ള കണക്കുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലില്ല. കേരളത്തിൽ വോട്ടർമാരുടെ എണ്ണമെടുക്കുമ്പോൾ എല്ലാവരും ഒരു സമുദായത്തിൽപ്പെട്ടവരായിരിക്കുമല്ലോ. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഒരു റിപ്പോർട്ട് കണ്ടത് ഈ 140-ൽ 71 പേരും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ മുസ്ലിം, ക്രിസ്ത്യൻ അതാണല്ലോ. അതിലെന്താ തെറ്റ്? അതൊരു വലിയ ആക്ഷേപമായി, ഒരു അപകടമായി BJP നേതാവ് പറയുന്നത് കേട്ടു. 140-ൽ 71 പകുതിയല്ലേ ആയുള്ളൂ. കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു അനുപാതം അതാണ്. അപ്പോൾ ഇത് പ്രാതിനിധ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ജനാധിപത്യത്തിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടാകണം. അത് കേരളത്തിൽ നടന്നിരിക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പിന്നോക്ക സമുദായങ്ങളുടെ ഏകീകരണം ഉണ്ടാവുകയും അത് പിണറായിക്കെതിരെ, LDF-നെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനുള്ള സാഹചര്യമൊന്നും ഞാനിവിടെ കാണുന്നില്ല.
പക്ഷേ മറ്റു ചില കാര്യങ്ങൾ അത് സമുദായത്തിൻ്റെ പ്രശ്നമല്ല. വെള്ളാപ്പള്ളിയുമായി കൂട്ടുകൂടുന്ന ഒരാളെ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് ഇഷ്ടമല്ല. വെള്ളാപ്പള്ളിയുടെ പിന്തുണ അത് ഒരു സ്ഥാനാർത്ഥിയുടെ പരാജയം സുനിശ്ചിതമാക്കും എന്ന് ഞങ്ങൾ പണ്ടേ പറയാറുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വിക്ടിം എന്നല്ല, ഇരയല്ല, ആ മെച്ചം അനുഭവിച്ച ആളാണ്. ഞാൻ എറണാകുളത്ത് മത്സരിക്കുമ്പോൾ വെള്ളാപ്പള്ളി എറണാകുളത്ത് വരുന്നു. സെബാസ്റ്റ്യൻ പോൾ ഈഴവ വിരുദ്ധനാണ്, അവിടെ അയാൾക്ക് വോട്ട് ചെയ്യരുത്, തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഞാൻ ആ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു. VM സുധീരൻ ആലപ്പുഴയിൽ പിണറായിയുടെ ക്രോധത്തിന് പാത്രമായ ആളാണ്. അദ്ദേഹവും ആ ഇലക്ഷനോട് ജയിച്ചു. ആ സതീശൻ. അപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു തരം കോമാളി അല്ലെങ്കിൽ ബഫൂൺ ആണ് ഈ വെള്ളാപ്പള്ളി. അയാൾക്ക് എന്തും പറയാം. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റി അപ്പുറത്തേക്ക് ഇറക്കി എന്ന് പറയുന്നിടത്ത് ഞാൻ വലിയ അപാകതയൊന്നും കാണുന്നില്ല. പക്ഷെ അയാൾക്ക് കൊടുക്കുന്ന പ്രാമാണികത്വം അതും കുറേ പേരിൽ പുച്ഛം ഉളവാക്കും, മറ്റു കുറേ പേരിൽ അതൊരു വെറുപ്പിനും കാരണമായിത്തീരും. ഈ പിണറായിയോട് കൂടുതൽ അടുക്കുമ്പോൾ നായർ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. അങ്ങനെ അത് ഈ അനഭിമതരായി മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്താൻ കഴിയണം. അതിനുള്ള പ്രത്യേകമായ വൈദഗ്ധ്യം VS ഉണ്ടായിരുന്നു. VS ആണ് ഒരു ആറാം സെൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സെൻസ് പ്രവർത്തിക്കും. ആരെയാണ് ഇരുത്തേണ്ടത്, ആരെയാണ് പുറത്തു നിർത്തേണ്ടത് എന്ന്. അത് തിരിച്ചറിയാൻ കഴിയാതെ എല്ലാവരോടും കടക്കുപുറത്തെന്ന് പറയുന്ന ആളാണ് പിണറായി. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അല്ലെങ്കിൽ കേരളത്തിന് മൊത്തത്തിൽ അനഭിമതരായ ആളുകൾ അവർ പിണറായിക്കൊപ്പം വിരുന്ന് മേശയിൽ ഇടം പിടിക്കുകയും മറ്റുള്ളവർ പുറത്ത് നിർത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം അതാണ് വീഴ്ചയ്ക്ക് കാരണമായത്. മറ്റ് ഒരു കാര്യം, BJP ഇപ്പോൾ BDJs അടക്കമുള്ളവരുണ്ട്. BJP എന്തുകൊണ്ട് 3 MLA-മാരെ സംഭാവന ചെയ്യാൻ സാധിച്ചു? ഒരിക്കലും ഒരു താമര പോലും വിരിയില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും 1 തൊട്ട് 16 വരെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവരത് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ 3 MLA-മാരാണ് ഇത്തവണ നിയമസഭയിലെത്തുന്നത്. ഇത് എങ്ങനെയാണത് നോക്കിക്കാണേണ്ടത്? കാരണം കേന്ദ്രത്തിൻ്റെ നയങ്ങളാണോ കേരളത്തിൽ അത് പ്രതിഫലിച്ചത്, അതോ മറ്റെന്തെങ്കിലും കാരണമാണോ? കേരളത്തിലെ നേതൃത്വം അതിനുവേണ്ടി എത്രമാത്രം BJP നേതൃത്വം അതിന് മുൻകൈയെടുത്തു? എന്താണ് ആ ഒരു മുന്നേറ്റത്തിനുള്ള കാരണം? നമ്മൾ BJPയുടെ രാഷ്ട്രീയ പ്രവേശത്തെ കേരളത്തിൽ തടയും എന്ന് പറയുന്നത് ആ പ്രസ്ഥാനം കേരളത്തിന് അനുയോജ്യമായ ഒന്നല്ല, ആ ഐഡിയോളജി നമുക്ക് പറ്റിയതല്ല എന്നുള്ളത് കൊണ്ടാണ്. അതിനുവേണ്ടി നല്ല പരിശ്രമം CPM നടത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി ജയിച്ചു. അതിനു മുന്നിൽ നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന കാര്യം നമ്മൾ തള്ളിക്കളയരുത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ തമ്പടിച്ച് 5 കൊല്ലവും പ്രവർത്തിച്ച് അങ്ങനെ നേടിയെടുത്ത വിജയമാണ്. അതിൻ്റെ കൂടെ മറ്റ് പല ഘടകങ്ങളൊക്കെ, അത് എല്ലാ മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള ഘടകങ്ങൾ പ്രവർത്തിക്കും. തൃശ്ശൂർ പൂരം ഉൾപ്പെടെ പല കാര്യങ്ങളും അതെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞു. എന്നതുപോലെ ഇപ്പോൾ ഈ നിയമസഭയിലേക്ക് 3 പേർ, അത് അവരുടെ മിടുക്കുകൊണ്ട് ജയിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതിപ്പോൾ രാജീവ് ചന്ദ്രശേഖറാണെങ്കിലും V മുരളീധരനാണെങ്കിലും യുക്തിസഹമല്ലാതെ സംസാരിക്കുന്നവരാണ്. അവർ പറയുന്നത് മലയാളം തന്നെയാണോ എന്ന് പോലും സംശയം തോന്നും. അപ്പോൾ അവരുടെ മെറിറ്റ് കൊണ്ട്, ഇൻഡിവിജ്വൽ മെറിറ്റ് കൊണ്ട് അവരോടൊന്നും ജയിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അവർ ജയിച്ചു.
ജനാധിപത്യത്തിൽ അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഭരണഘടന 5 കൊല്ലം എന്ന് വച്ചിരിക്കുന്നത് അധികാരത്തിന് എപ്പോഴും പരിധി ഉണ്ടാവണം, പരിമിതി ഉണ്ടാവണം. പരിധിയും പരിമിതിയും എന്ന് പറഞ്ഞാൽ ഭരണഘടന ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിധി, പരിമിതി, നിയന്ത്രണം. ആ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുന്ന സുപ്രീം കോടതിയും പാർലമെൻറ്റും എല്ലാം അധികാരത്തിന് മേലുള്ള നിയന്ത്രണമാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ തുടർഭരണം ശരിയല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. 5 വർഷം ആകുമ്പോൾ ഭരണഘടന പറയുന്നു ഒന്നുകൂടി മത്സരിക്കാം, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും മത്സരിക്കാം, പക്ഷേ കാലാവധി 5 വർഷം. അമേരിക്കയിൽ ഭരണഘടന ഭേദഗതി ചെയ്ത് അവർ പ്രസിഡന്റിൻ്റെ കാലാവധി 2 ടേം ആക്കി ചുരുക്കി. അതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ചെയ്തത്. പക്ഷെ അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ മനസ്സിലായില്ലേ? ആ പരിധിയില്ലാതെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും മത്സരിച്ചാൽ വീണ്ടും ജയിക്കും. ഈ ഭ്രാന്തൻ വോട്ടർമാർ അവിടെയുണ്ട്. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് ആജീവനാന്ത പ്രസിഡന്റായി വൈറ്റ് ഹൗസിൽ ഇരിക്കുകയും അയാൾ ലോകത്തോട് മുഴുവൻ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകൾ അധികാരത്തിൽ വരുന്നതിനുള്ള സാധ്യത കൂടി കണ്ടുകൊണ്ടാണ് അവിടെ ഈ 2 ടേം എന്ന് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ടേം വ്യവസ്ഥയില്ലെങ്കിലും 5 വർഷം കൂടുമ്പോൾ പുതിയതായി ജനവിധി തേടണം. അത് ഇപ്പോൾ പിണറായി തോറ്റു. അദ്ദേഹത്തിന് ശാരീരിക ക്ഷമതയുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ വീണ്ടും മത്സരിക്കാം. ജയിക്കുന്നെങ്കിൽ വീണ്ടും മുഖ്യമന്ത്രിയാകാം. അതിനൊന്നും തടസ്സമില്ല. പക്ഷെ ഇന്നത്തെ രീതിയിലുള്ള പിണറായി വിജയൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായി വരുന്നതിനോട് തീർച്ചയായും ഏതായാലും പാർട്ടി തെറ്റിതിരുത്തി മുന്നോട്ട് വരും എന്ന് തന്നെ ആശിക്കാം. ഒരു ഏകാധിപത്യം മാറി പുതിയൊരു നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. ഒപ്പം പുതിയ വെല്ലുവിളികളാണ് വോട്ട് നൽകി കാത്തിരിക്കുന്ന ജനങ്ങൾ അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും നമുക്ക് കരുതാം. മാറ്റം അനിവാര്യമാണ്. നല്ല മാറ്റത്തിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.